റെഡി അല്ലേ? ഓക്കെ, സോ ആശിഷ്, യുവർ 1 minute starts now. നമസ്കാരം. തൊഴിൽ ഇല്ലായ്മയേക്കാൾ തൊഴിൽ ക്ഷമതയില്ലായ്മ അലട്ടുന്ന ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്കും അതിൻ്റെ പ്രതിധ്വനികൾ അലിയടിക്കുന്ന മറ്റു രാജ്യങ്ങൾക്കുമെല്ലാം കാലത്തിന് വരദാനമായി ലഭിച്ചതാണ് ഇന്റർനാഷണൽ ബ്രാഞ്ച് ക്യാമ്പസുകളും ഓഫ് ഷോർ ക്യാമ്പസുകളും വഴിയുള്ള വിദേശ സർവകലാശാലകളുടെ വരവ് എന്ന് പറയുന്നത്. വിദ്യാഭ്യാസത്തിൻ്റെ അന്താരാഷ്ട്രവൽക്കരണം വഴി അതിർത്തികൾ ഇല്ലാതാകുന്ന ഒരു വിദ്യാഭ്യാസ മേഖല സൃഷ്ടിക്കപ്പെടുമ്പോഴും തദ്ദേശീയമായ സർവകലാശാലകളുടെ ഗുണനിലവാരം തന്നെയാണ് അവിടെ ഉയർത്തപ്പെടുന്നത് കാതലായ ഒരു വസ്തുതയാണ്. ഇതിനുദാഹരണമായിട്ടാണ് മൗറിഷ്യൂസ് എന്ന് പറയുന്ന ഒരു ദ്വീപ് രാഷ്ട്രത്തിൽ 2003 20% അവരുടെ GER കണക്കുകൾ ഇന്ത്യയുടെ SSR മെഡിക്കൽ കോളേജിൻ്റെയും ഫ്രാൻസിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓൺട്രപ്രന്യൂസിൻ്റെ വരവിന് ശേഷം 2017 70% ഉയർന്നു എന്ന് പറയുന്നത്. 40% വരുന്ന ഇന്ത്യൻ സർവകലാശാലയിലെ അധ്യാപകർ വിദേശ സർവകലാശാലകളിലേക്ക് കുടിയേറാൻ ശ്രമിക്കുന്നത് കാലത്തിൻ്റെ മുന്നറിയിപ്പായി സ്വീകരിച്ചുകൊണ്ട് പ്രതിവർഷം 8 ബില്യണിലധികം വരുന്ന വൈജ്ഞാനിക സമ്പത്തിലെ ചോർച്ച തടയാൻ വിദേശ സർവകലാശാലകളുടെ വരവോടുകൂടി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്കും ഇന്ത്യൻ സാഹചര്യങ്ങൾക്കും സാധിക്കുമെന്ന് പറയുമ്പോൾ നമുക്ക് നിസ്സംശയം പറഞ്ഞു വെക്കാൻ സാധിക്കും വിദേശ സർവകലാശാലകളുടെ വരവെന്ന് പറയുന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഗുണകരമായ മാറ്റം തന്നെയാണ് സൃഷ്ടിക്കുന്നത് എന്ന്. താങ്ക് യു. Yes, Ashish. Now Muhammad Ansif, you will get 1 minute. Your time starts now. ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ പോലെയുള്ള ആഗോള റാങ്കിങ്ങുകൾ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരത്തെ നിശ്ചയിക്കുന്നത് അടിസ്ഥാന സൗകര്യം, പഠന സൗകര്യം, അധ്യാപകരുടെ ഗുണനിലവാരം, എൻറോൾമെൻറ്റ് അനുപാതം തുടങ്ങിയവ മൂലമാണ്. ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ എൻറോൾമെൻറ്റ് അനുപാതം പട്ടികജാതി വിദ്യാർത്ഥികൾക്കിടയിൽ 23.1%, പട്ടികവർഗത്തിനിടയിൽ 18.9%. നിലവിൽ ക്രമേണ വിവേചനത്തിൻ്റെ പടുകുഴികളിലേക്ക് ആപതിക്കുന്നവരെ വിദ്യാഭ്യാസത്തിൻ്റെ കച്ചവടവൽക്കരണത്തിലൂടെ കൂടുതൽ അധമരും വിവേചനത്തിൻ്റെ വാഹകരുമായി തീർക്കാനാണ് വിദേശ സർവകലാശാലകളുടെ കടന്നുവരവ് എന്ന് പറയാതെ വയ്യ. വിദേശ സർവകലാശാലകൾ മുന്നോട്ട് വെക്കുന്ന കോഴ്സുകളെല്ലാം വൈവിധ്യമാർന്നതാണെങ്കിൽ കൂടി അവ മുന്നോട്ട് വെക്കുന്ന തൊഴിൽ വിപണിയെ അധിഷ്ഠിതമാക്കിക്കൊണ്ടുള്ള ലക്ഷ്യങ്ങളാണ്. യാന്ത്രികമായി വിദ്യാർത്ഥികളെ പെരുമാറാനും ചിന്തിക്കാനും പ്രേരിപ്പിക്കുകയും സംസ്കാരവും സമൂഹവും സാമ്പത്തിക മേഖലയുമായുള്ള ബന്ധവുമെല്ലാം പറിച്ചെടുക്കുകയും യന്ത്രങ്ങളെ പോലെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും പ്രേരിപ്പിക്കുകയും ചെയ്യും. ചൈനയിൽ 42 സർവകലാശാലകളിൽ 1 മാത്രമാണ് ആഗോള റാങ്കിങ്ങിലേക്ക് ഉയർന്നത്. മലേഷ്യയിലെ 14 സർവകലാശാലകളിൽ 14 അൻപേ പരാജയപ്പെട്ടവയാണ്. Yes, Ashish and Muhammad, രണ്ടുപേരുടെയും ഓരോ മിനിറ്റ് അവസാനിക്കുന്നു. And your debate time starts now. സുഹൃത്തെ, താങ്കൾ പറഞ്ഞു വെച്ച ഇതേ വൈവിധ്യമാർന്ന കോഴ്സുകളാണ് ഓരോ വ്യക്തിയെയും തൊഴിൽ ക്ഷമതരാക്കുന്നത് എന്നുള്ള വലിയ ഒരു ചോദ്യമാണ്. അതോടൊപ്പം ചേർത്ത് വെക്കാനുള്ളതാണ് ഫ്രേ BS ആൻഡ് റോസ് കെ എന്ന ഹാർവർഡ് യൂണിവേഴ്സിറ്റി പ്രൊഫസർ മുന്നോട്ട് വെക്കുന്നത് പോലെ യഥാർത്ഥ ഗവേഷണ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്, ഇവർ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് വിഭവങ്ങളില്ലാത്തതും അന്താരാഷ്ട്ര വിദേശ സർവകലാശാലകളോടുള്ള കൈകോർക്കലില്ലാത്തതുമാണ്. ഇതുവഴി വിദേശ സർവകലാശാലകൾ ഇന്ത്യൻ മണ്ണിലേക്ക് കടന്നു വരുമ്പോൾ ഇതേ ഗവേഷണ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങളാണ് അവിടെ അഭിമുഖീകരിക്കപ്പെടുന്നത്. വൈവിധ്യമാർന്ന കോഴ്സുകൾ ഇന്ത്യക്കുള്ളിൽ തന്നെ ഉണ്ട് എന്നാണ് എൻ്റെ പക്ഷം. വെല്ലൂരിലെ ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 5000-ഓളം വിദേശ വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. ദത്തശാസ്ത്രവും നിർമ്മിത ബുദ്ധിയും അവിടുത്തെ പഠന വിഷയങ്ങളാണ്. വിദേശ സർവകലാശാലകളെ ആശ്രയിക്കാതെ ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കോഴ്സുകളും വൈവിധ്യങ്ങളായ പഠന രീതികളുമാണ് സമൂഹത്തിൻ്റെ ഉയർച്ചക്ക് അഭികാമ്യം. ആശിഷ്, സുഹൃത്തെ, താങ്കൾ പറഞ്ഞു വെക്കുന്ന വൈവിധ്യങ്ങളായിരുന്ന കോഴ്സുകൾക്കെല്ലാം അപ്പുറം ഗവേഷണ വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് മാത്രം ചുരുങ്ങി പോകുന്ന ഗവേഷണം എന്ന് പറയുന്നത് ഏതൊരു രാജ്യത്തിനും വളർച്ചയുടെ സൂചികയല്ല, മറിച്ച് തളർച്ചയുടെ സൂചികയാണെന്ന് നാം നിസ്സംശയം പറഞ്ഞു വെക്കേണ്ടതായി വരുന്നു. അതോടൊപ്പം കുരാത്കോ ഹുഡ്ജറ്റ്സിൻ്റെ ഓൺട്രപ്രനർഷിപ്പ് കോൺട്രപ്രനറി അപ്രോച്ചിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് പോലെ സംരംഭകതയുടെ ഊർജ്ജം അടിസ്ഥാന വിദ്യാഭ്യാസത്തിൽ തന്നെ ചേർക്കണമെന്നും ഉന്നത വിദ്യാഭ്യാസത്തിന് അതിൽ ഭാഗഭാക്കാക്കണമെന്ന് പറഞ്ഞു വെക്കുമ്പോൾ ഭാവിയുടെ തൊഴിൽ സാധ്യതകളെയും ഭാവിയുടെ തൊഴിലുകളെയും അഭിമുഖീകരിക്കാൻ നമ്മുടെ യുവത്വത്തെ തന്നെ സജ്ജീകരിക്കുക ഈ വിദേശ സർവകലാശാല വഴി ചെയ്യുന്നത്. സുഹൃത്തെ, സാമ്പത്തിക മേഖല സൂചിപ്പിച്ചത് കൊണ്ട് തന്നെ പറയട്ടെ, ഇന്ത്യയുടെ ദേശീയ വളർച്ചയുടെ ഭാഗമായിക്കൊണ്ട് തന്നെ GDP-യുടെ 4.6% വിദേശ നിക്ഷേപം വിദ്യാഭ്യാസ മേഖലയിലേക്ക് മാറ്റിവെക്കുന്നുണ്ട്. മാത്രമല്ല 1999 ഫെമ ആക്ട് പ്രകാരം ഇന്ത്യയിലേക്ക് വിദേശ നിക്ഷേപങ്ങൾ നടത്തുകയുമാവാം. പക്ഷേ എങ്ങനെയാണ് വിദേശ സർവകലാശാലകൾ കാര്യക്ഷമമായി നിക്ഷേപം നടത്തുന്നതും ഇവിടെയുള്ള കുട്ടികളുടെ മസ്തിഷ്കങ്ങളെയെല്ലാം യന്ത്രങ്ങളാക്കി പരിവർത്തനത്തിന് വിധേയമാക്കുന്നത് എന്നുമാണ് ഞാൻ സൂചിപ്പിച്ചത്. സുഹൃത്തെ, താങ്കളുടെ മനസ്സിലാക്കേണ്ട വസ്തുത, സിംഗപ്പൂർ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് അവരുടെ നൈപുണ്യ വികസനത്തിൽ വിദേശ സർവകലാശാലകൾ വഹിച്ച പങ്കുപോലും അവിടുത്തെ പ്രാദേശിക തൊഴിൽ കടയിൽ വന്ന മാറ്റങ്ങളാണ്. ഇതുവഴി അവിടുത്തെ പ്രാദേശിക തൊഴിൽ കടയിൽ മാറ്റങ്ങൾ സംഭവിക്കുകയും അതുവഴി അവിടുത്തെ തൊഴിൽ വിദ്യാഭ്യാസ മേഖലയിലുള്ള സാധ്യതകൾ വർദ്ധിക്കുകയും അത് ഏറ്റവും ഒടുവിൽ സമൂഹത്തിന്റെ താഴെത്തട്ടിലുള്ള ജനങ്ങളെ തന്നെയാണ് അത് അഭിമുഖീകരിച്ചത്. നൈപുണ്യ വികസനത്തിന് വേണ്ടി ആഭ്യന്തരമായ മാർഗങ്ങളുണ്ടല്ലോ. ആസ പോലുള്ള പദ്ധതികൾ, കേരള നോളജ് എക്കോണമി മിഷൻ മുന്നോട്ട് വെക്കുന്ന DWMS പോലുള്ള പദ്ധതികൾ സുലഭമാണ്. മസ്തിഷ്ക ചോർച്ചയെ തടയാൻ വേണ്ടി ജാതി വർഗ ലിംഗവർണ്ണ ബോധമില്ലാതെ നഗരത്തിന്റെ അപരിചിതത്വത്തെ ആസ്വദിക്കാൻ വേണ്ടിയാണ് വിദ്യാർത്ഥികൾ കുടിയേറുന്നത്. ബഹുമുഖ സംസ്കാരത്തിൽ ഇടപെട്ടുകൊണ്ട് പഠിക്കാൻ വേണ്ടിയാണ് അവർ കുടിയേറുന്നത്. മാത്രമല്ല ഭാഗിക സമയ തൊഴിൽ ചെയ്യുന്നതിലൂടെ സാമൂഹിക പദവി അളക്കാതെയുള്ള അന്തരീക്ഷത്തിൽ സുഖകരമായി ജീവിക്കുന്നതിന് വേണ്ടിയാണ് അവർ കുടിയേറുന്നത്.
യെസ് ആശിഷ്. സുഹൃത്തെ, താങ്കൾ പറഞ്ഞു വെച്ച നോളജ് ഇക്കോണമി മിഷന്റെ എല്ലാം പരസ്പര പൂരകങ്ങളായ ഭാഗവാക്കുകളാണ് ഈ വിദേശ സർവകലാശാല എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനം വിദേശ സർവകലാശാലകളെ സ്വീകരിക്കുന്നത്. അതിനോട് ചേർത്ത് വെക്കാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, സൗത്ത് കൊറിയ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് ബ്രെയിൻ കൊറിയ 21 എന്നൊരു പദ്ധതിയിലൂടെ അവർ അവരുടെ GER ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ കണക്കുകൾ വർദ്ധിപ്പിക്കുകയും ഇതുവഴി വിദ്യാർത്ഥികൾക്ക് കൂടുതൽ വിദ്യാഭ്യാസ അവസരങ്ങൾ സൃഷ്ടിക്കുകയുമാണ് ചെയ്തത്. സുഹൃത്തെ, അന്താരാഷ്ട്ര ഫാക്കൽറ്റികളെ കൊണ്ടുവരാതെ എങ്ങനെയാണ് ഇന്ത്യയിലെ വിദ്യാഭ്യാസം വളരുന്നത് എന്ന ചോദ്യം കൂടി ബാക്കിയാവുന്നുണ്ട്. US-ൽ $1,00,000 അധ്യാപകർക്ക് വേതനമായി നൽകുമ്പോൾ ഇന്ത്യയിൽ നൽകുന്നത് $25,000 മാത്രമാണ്. ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ മുന്നോട്ട് വയ്ക്കുന്ന അന്താരാഷ്ട്ര ഫാക്കൽറ്റികളുടെ അഭാവം ഇന്ത്യയിൽ നിഴലിക്കുമെന്നത് തീർച്ചയാണ്. ഈ അവസ്ഥയെ എങ്ങനെയാണ് മറികടക്കുക എന്ന സങ്കീർണമായ പ്രോബ്ലം അവിടെയാണ് UGCയുടെ നിർദ്ദേശ തത്വങ്ങളിൽ പറയുന്നത്. ഇതേ അധ്യാപകർക്കുള്ള ശമ്പളം ഇതേ വിദേശ സർവകലാശാലകൾ തന്നെ നിർണ്ണയിക്കാമെന്ന് പറയുമ്പോൾ ഇതേ 40% വരുന്ന ഇന്ത്യൻ അധ്യാപകർ വിദേശ സർവകലാശാലകളിലേക്ക് കുടിയേറുമ്പോൾ അവർക്ക് ഇവിടെ തന്നെ ഒരു സാധ്യത, സ്വന്തം നാടുകളിൽ തന്നെ, സ്വന്തം വീടുകളിൽ തന്നെ, സ്വന്തം മണ്ണിൽ തന്നെ ഒരു സാധ്യത സൃഷ്ടിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. സുഹൃത്തെ, സാധ്യതകൾ കൂടുന്നു. ഖത്തർ പോലുള്ള രാജ്യത്ത് ഖത്തർ ഫൗണ്ടേഷൻ എന്ന സന്നദ്ധ സംഘടന മൂലമാണ് വിദേശ സർവകലാശാലകൾ കടന്നു വരുന്നത്. ഇന്ത്യയിൽ ആരാണ് സാമൂഹികമായി ഇത്തരം സേവനങ്ങൾ ഏറ്റെടുക്കാനുള്ളത്? ഇതിന്റെ ഭാരിച്ച ചെലവ് സർക്കാരിന്റെ തലയിലാവുമെന്ന് തീർച്ചയാണ്. ആളോഹരി കടം കൂടുകയും രാജ്യം സാമ്പത്തികമായ അപജയത്തിലേക്ക് നയിക്കുകയും ചെയ്യുമെന്ന് തീർച്ചയാണ്. ആശിഷ് ആൻഡ് അൻസഫ്, രണ്ടുപേരെ സമയം കഴിയാണ്. ഒന്ന് കൈകൊടുത്ത് പിരിഞ്ഞോളൂ. Right, this was our 9th pair on stage. Federal Bank Speak for India, Kerala Edition Season 8 in association with Madhrbhoomi.